ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്കിവിടെ ജമ്പ് ചെയ്ത കാർഡാണ്. സെലിബ്രേഷനാണ്. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ സെലിബ്രേഷൻ നടത്തും, സന്തോഷിക്കും എന്നുള്ളതാണ്. അത് അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില സന്ദർഭങ്ങളായിരിക്കണം. അത് ചിലപ്പോൾ ജോലി നോക്കിയിരിക്കുന്നവർക്ക് ജോലി കിട്ടാം, അല്ലെങ്കിൽ സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് സാമ്പത്തികം കിട്ടാം. അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നവർക്ക് അത് വന്നു ചേരാം. അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലൂടെ ആയാലും ചിലപ്പോൾ അത് വന്നു ചേർന്നിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വിവാഹം നടക്കാം, വിവാഹം നോക്കിയിരിക്കുന്നവരുടെ വിവാഹം നടക്കാം, പല കാര്യങ്ങളുമുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കാം. എന്തായാലും ശരി, സന്തോഷിക്കാനുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 4 ഓഫ് കപ്സ്, കപ്പ്, വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കപ്സിന്റെ എനർജിയിലാണ് കൂടുതലും ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാൻ സാധിക്കുന്നതെന്ന് കാണുന്നു. അതുമല്ല എങ്കിൽ എല്ലാ ആൾക്കാർക്കും ഉണ്ട്, എല്ലാ സയൻസും ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ നിരാശയിലാണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ മുൻപിലുണ്ട്, പക്ഷെ ആഗ്രഹിച്ചതല്ല, നിരാശയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അതേ ബ്രാൻഡ് ഇല്ല, അതിന് പകരം മറ്റൊന്ന് തരാം എന്നൊക്കെ കടക്കാർ ചിലപ്പോൾ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചിലപ്പോൾ നമ്മളെ ഒരുപാട് അല്ലെങ്കിൽ പ്രസ് ചെയ്തിട്ട് അത് മേടിക്കാനായിട്ട് പ്പിക്കുമല്ലോ. അപ്പൊ എന്ന് പറയുന്നവർ എന്നാൽ പോലും നമുക്ക് അതിൽ തൃപ്തി വരില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന കാര്യം തന്നെ വേണം, അല്ലേ? അങ്ങനെയാവും ചിലരൊക്കെ കിട്ടുന്നത് കൊണ്ട് സംതൃപ്തിപ്പെടുന്നവരും ഉണ്ടാകാം. പക്ഷെ ചില ആൾക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ ഉദ്ദേശിക്കുന്നത് തന്നെ വേണം. അപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തി അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ടി മാത്രം നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെയാവാം നിങ്ങളും. ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് തന്നെ വന്നു ചേരണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുന്നു. പക്ഷെ ചുറ്റും ഉള്ള കാര്യങ്ങളിലൊക്കെ എന്താണ്, അശ്രദ്ധമാണ്. വരുന്നു ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷെ അതിലൊക്കെ ഒരു അശ്രദ്ധ. വരുന്ന കാര്യങ്ങളെയൊക്കെ തട്ടിമാറ്റുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതല്ല വേണ്ടത്. നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങൾക്ക് പലർക്കും എങ്ങനെയാണ്, ചില നല്ല പ്രായം കഴിയുമ്പോഴും ഒരുപാട് പേർ വിവാഹം ഒന്നും ആവാതെ നോക്കി നിൽക്കുന്നവരുണ്ടാകാം. എന്തുകൊണ്ടാണത്? അല്ലെങ്കിൽ ചില ജോലിക്കാര്യങ്ങളിലൊക്കെ നോക്കിയിരുന്ന് ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരുന്ന് ടെസ്റ്റ് എഴുതുന്നവരുണ്ടാവാം. എന്തുകൊണ്ടാണത്? ആദ്യം തന്നെ നല്ല ചില ചോയ്സസ് ഒക്കെ വന്നിരിക്കാം, പക്ഷെ അതൊക്കെ ഇതല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിക്കളഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ കളയും തോറും ഓരോ ദിവസവും കൂടി ഇങ്ങനെ വരികയല്ലേ ചെയ്യുന്ന. ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. സമയത്തിന് വിലയുണ്ട്, അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സമയത്തിന് വളരെ വലിയ വിലയാണുള്ളത്. ഇന്ന് പോകുന്ന സമയം, ഇന്ന് നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് നാളെ കിട്ടുന്നില്ല. മനസ്സിലായി? ഇന്ന് നമ്മൾ നഷ്ടപ്പെടുത്തും ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ വല്ലാതെ ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ നഷ്ടപ്പെടുത്തും. പക്ഷെ അതിൽ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അതുപോലെ നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ എല്ലാ ദിവസവും തുടർന്നുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല മെച്ചം വരുത്താൻ സാധിക്കും. നിങ്ങൾക്കൊരു 35-36 വയസ്സിൽ നിങ്ങൾക്ക് ഒന്നിലും ശ്രദ്ധയില്ലാതെ ഒരുമാതിരി റിയാലിറ്റി എന്താണെന്നറിയാതെ
ഒരു സ്വപ്നലോകത്ത് ഇങ്ങനെ വിഹരിക്കുന്നത് പോലെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു 36 എന്ന് പറയുന്നത് 63 എത്തുമ്പോഴേക്കും നിങ്ങൾ ആകപ്പാടെ തളർന്നിരിക്കും. അതേ സമയത്ത് ഈ ഒരു വയസ്സിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ സമയത്തിന് വില കളയാതെ നിങ്ങൾ അതിന് അമൂല്യമായ നിധിയെ പോലെ അത് കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പോയ സമയം എനിക്ക് കിട്ടുന്നില്ല, നാളെ എനിക്കിത് കിട്ടില്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളിലായാലും മറ്റു പല കാര്യങ്ങളായാലും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതല്ല എങ്കിൽ പോയ സമയം ഒന്നും കിട്ടില്ല, വീണ്ടും പിന്നീട് പോയ സമയത്തെ ഓർത്ത് വിലപിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല, ആരോഗ്യം തന്നെയും ക്ഷയിച്ചു പോകും. പിന്നീട് ഒന്നും നേടാൻ പറ്റില്ല. നല്ല പ്രായത്തിൽ എന്തെങ്കിലും നിങ്ങൾ നേടാൻ ശ്രമിക്കുക, കൃത്യനിഷ്ഠയോടുകൂടി ഒരു ജീവിതചര്യ പാലിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും. മനസ്സിലായോ? പോകുന്ന ഓരോരോ മിനിറ്റുകളും നല്ല വിലയുള്ളതാണ്. നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ഒരു ജീവിതചര്യ പാലിച്ചു നോക്കുക, അവിടെയാണ് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ട് അത് ചെയ്തു കൊടുക്കാമെന്ന് തീരുമാനിക്കുക, അതൊന്നും ആവശ്യമേ ഇല്ല. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ജീവിച്ച് നിങ്ങളുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുകയാണ് വേണ്ടത്. അവിടെ നിങ്ങൾ ആ റിയാലിറ്റിയിൽ ജീവിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായി? നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്കത് തിരിച്ചു വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സാധിക്കുകയില്ല. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഒരുപാട് ചോയ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിവാഹാലോചനകൾ നല്ലത് വന്നു, ജോലി സാധ്യതകൾ നല്ലതൊക്കെ വന്നിരുന്നു, ഇതൊന്നും ചെയ്തിട്ടില്ല. ആരോഗ്യ കാര്യങ്ങളിലും ചിലപ്പോൾ കൃത്യനിഷ്ഠ പാലിച്ചിട്ടുണ്ടാവില്ല. ഇവിടെയൊക്കെ പിന്നീട് വരുന്ന എന്താണ്? നിരാശ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു, ഒരുപാട് ജീവിതത്തിൽ സങ്കടം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഡിവൈനായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്താൽ പോലും ശ്രദ്ധയില്ലാത്തത് കാരണം അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. മനസ്സിലായ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ് ഇവിടുത്തെ ഈ പരാജയം എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് ഈ 4 of Cups എന്ന് പറയുന്ന എനർജി. മനസ്സിലായി? നിങ്ങൾ അതുപോലെ ഒരിക്കലും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. കിട്ടുന്നതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. അപ്പോൾ വിചാരിക്കണം, എനിക്ക് ദൈവം കൊണ്ടു തന്ന ഒരു നല്ല ചാൻസാണിത് എന്ന് മാത്രം അപ്പോൾ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് വരേണ്ടത് എന്നാണ് കാണുന്നത്. ചാൻസസ് ഒക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒന്നും വരില്ല. അതുകൊണ്ടാണ് പലരും ഇപ്പോൾ ഈ പ്രായം എല്ലാം കഴിഞ്ഞിട്ടും നിൽക്കുകയാണ്, അല്ലേ? ഒത്തിരി കാര്യങ്ങളൊക്കെ വന്നിട്ട്, അവസരങ്ങൾ വന്നിട്ട് അതിനെല്ലാം കളഞ്ഞിട്ട് വീണ്ടും നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ റിയാലിറ്റിയിൽ ജീവിക്കാൻ, യാഥാർത്ഥ വസ്തുത അറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഉള്ള കാര്യങ്ങളിൽ തൃപ്തിപ്പെട്ട് സന്തോഷിക്കാൻ ശ്രമിക്കൂ എന്നും ഇവിടെ നമുക്ക് ഗൈഡൻസ് വന്നിരിക്കുകയാണ്. ഇവിടെയോ 10 of Cupsന്റെ എനർജിയാണ്. നിറഞ്ഞ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ എന്താണ്? ഹാപ്പി മാരേജ് ലൈഫാണ്. ഇവിടെ കണ്ടില്ലേ, കുട്ടികൾ ഒന്നു ചേർന്ന്, ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഡിവോഴ്സ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം, അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള നല്ല സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്ന കുട്ടികളും ഒത്തുചേർന്ന് സന്തോഷിക്കാനുള്ള അവസരമാണ് ഇപ്പോഴെന്ന് കാണുന്നു. ഇവിടെ റെയിൻബോ കണ്ടില്ലേ? അപ്പൊ ഈ ഒരു സന്തോഷം, നിറഞ്ഞ സന്തോഷത്തെ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. മറ്റുള്ളവരൊന്നും ഈ സന്തോഷം നിങ്ങൾക്ക് കൊണ്ടുതരില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞ സന്തോഷത്തെ നിലനിർത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ആവശ്യമാണത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയൂ, നിങ്ങളുടെ സോൾ ഹാപ്പിയാവൂ. നിങ്ങൾ സന്തോഷത്തിലിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കുട്ടികൾ സന്തോഷിക്കുന്നത്. നിങ്ങളെ കണ്ടാണ് അവർ പഠിക്കുന്നത്. നല്ല നല്ല വാക്കുകൾ, ഈശ്വരീയമായ ചിന്തകൾ, അനുഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണ്? നല്ല പ്രവർത്തികളിലൂടെ നന്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ ഒരു വീട്ടിൽ അലസണ്ട, ബഹളം, വഴക്കിട്ട് ഞാൻ വലുതാണ് എന്നുള്ള ഒരു ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സന്തോഷം വരില്ല, സന്തോഷം നിലനിൽക്കുകയുമില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴും നല്ലതാണ്. സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ സന്തോഷത്തെ കണ്ടെത്താനും അതിലൂടെ മുന്നോട്ട് വരാനും സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ചില ഡിവോഴ്സ് കേസുകളിലൊക്കെ പെട്ട് കുട്ടികളെ വിട്ടുകിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവണം.
അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊക്കെ നല്ല രീതിയിൽ മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം ഹീലിംഗ് നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. സ്റ്റാർ കാർഡാണ്, കണ്ടില്ലേ? ഇവിടെ നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ടാവണം. ചക്രാസ് ആക്റ്റീവ് ആകുമ്പോഴാണ് ഒരുപാട് സന്തോഷത്തിലേക്ക് വരാൻ കഴിയുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഹെൽത്ത് ഇംപ്രൂവ് ആകുന്ന ഒരു സാഹചര്യമാണിത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നെഗറ്റീവ് ആയാലും, സാഹചര്യം എങ്ങനെയായാലും, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതിനെ ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഈ ഉയർച്ച നിങ്ങൾക്ക് എങ്ങനെ വരുന്നതാണ്? ചിലപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലാകാം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലാകാം, അല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം. എന്തായാലും ശരി, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്റ്റാറിനെ പോലെ തിളങ്ങാനുള്ള ഒരു സാധ്യത വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ഒരു എനർജി ലഭിക്കുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെയാണ്. നിങ്ങൾ അതിനെ ഈക്വലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. എത്രമാത്രം നിങ്ങൾ ശ്രമിക്കുന്നു അത്രമാത്രം നിങ്ങൾ വിജയത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഉയർച്ചയിലേക്ക് നീങ്ങുന്നു. നിങ്ങളെ ഒരുപാട് പേർ അറിയപ്പെടാൻ തുടങ്ങുന്നു. കാരണം എന്താണ്? നിങ്ങളവിടെ ത്യാഗം ചെയ്യുകയാണ്. പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ കൃത്യനിഷ്ഠമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ്? പല ത്യാഗങ്ങളും സഹിക്കേണ്ടതായിട്ടുണ്ട്. അതിരാവിലെ ഉണരണം. മനസ്സിലായി? ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതായ ജോലികൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കണമെങ്കിൽ അതിരാവിലെ എഴുന്നേൽക്കണം. അല്ല അത് വെറുതെ 10 മണി വരെ കിടന്നുറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് പതുക്കെ പതുക്കെ വന്ന് അങ്ങനെയൊന്നും ആവരുത്. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കണം. വെളുപ്പിനെ തന്നെ എഴുന്നേൽട്ട് എന്താണ് മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടേതായ യോഗ ചെയ്യുന്നെങ്കിൽ യോഗ ചെയ്യണം. കുറച്ചൊക്കെ എക്സർസൈസ് ചെയ്യുക. മാനസികമായ സന്തോഷത്തിന് അത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ സമയം ഒന്ന് ക്ലിപ്തപ്പെടുത്തി നിങ്ങളുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചു നോക്കൂ. അവിടെ നിങ്ങൾക്ക് നല്ലൊരു സമാധാനവും സന്തോഷവും വരും. നിങ്ങൾ സ്റ്റാറായിട്ട് തിളങ്ങാനുള്ള സാധ്യതയും വരുന്നുണ്ട്. അങ്ങനെ തിളങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്, ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഹെൽത്ത് വൈസ് ആയാലും വെൽത്ത് വൈസ് ആയാലും, മനസ്സിലായി, ആരോഗ്യപരമായാലും നിങ്ങൾ സാമ്പത്തികപരമായും നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഉയർച്ച വരുന്നതാണ്. അതിനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. 9 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, രാത്രിയിൽ ഉറക്കമില്ലാതെ എഴുന്നേറ്റിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ കർമ്മ അനുഭവിക്കുകയാണ്. കണ്ടില്ലേ? ഈ ഒരു കർമ്മ എന്ന് പറയുന്നത് കുറച്ചു കാലം പിന്തുടർന്നു കൊണ്ടേയിരിക്കും. അനാവശ്യകരമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് സ്വയം വരുത്തി വെക്കുന്ന ചില വിനകളാണ് ഇതൊക്കെ. മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നു, ടെൻഷൻ അനുഭവിക്കുന്നു, ഉറക്കമില്ലായ്മ, അനാവശ്യകരമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പോകാതിരുന്നോ തീർച്ചയായിട്ടും സമാധാനം ലഭിക്കും. അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ഉറങ്ങാൻ സാധിക്കുന്നത്. അല്ല എങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടോ അവിടെ ഒന്ന് ത്യാഗം ചെയ്യാൻ മനസ്സ് കാണിക്കുക. ഒന്ന് തോറ്റു കൊടുക്കാൻ തയ്യാറാവൂ. ഇത് കുറച്ച് ഈഗോയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ വലുതെന്നുള്ള ഭാവത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി അതല്ല, ജന്മത്തെ നിങ്ങൾക്ക് കർമ്മ കിടപ്പുണ്ട്, അത് അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സമയമായെങ്കിലും നിങ്ങൾക്ക് സ്വയം സമാധാനിക്കാവുന്നതാണ്. കാരണം ഇവിടെ നിന്ന് നിങ്ങൾ നല്ലൊരു ഉയർച്ചയിലേക്ക് വരും. ഈ ഒരു സമയം നിങ്ങളെ വിട്ടുപോകും. കാരണം ഇനി നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നത് ഒരു നല്ല സമയമാണ്. കാരണം ഇതിൻ്റെതായ പാളിച്ചകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് സ്വയം ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നോ, അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ? ചിലപ്പോൾ തലവേദന ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, കൈവേദന, കാലുവേദന, ഇങ്ങനെ വല്ലതും നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വയം ആലോചിക്കണം, എന്താണ് എനിക്ക് ഇപ്പോൾ ഇത് വരാനുള്ള കാരണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് സ്വയം മറുപടി കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് അതിനെ ഹീൽ ചെയ്യാവുന്നതാണ്. അല്ലാതെ വെറുതെ എനിക്ക് അതാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് വെറുതെ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും. ആ കഴിവിനെയാണ് നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടത്.
അതാണ് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് അതാണ്, നിങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങളെ. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് എഴുന്നേറ്റിട്ട് നിങ്ങൾ പറയണം, ഞാൻ ആരോഗ്യവതിയാണ്, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സമ്പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു, ഞാൻ ദിവ്യാത്മസ്വരൂപമാണ്, ഞാൻ വിജയി ആത്മയാണ്, ഞാൻ സക്സസ് ആണ്, ഞാൻ അബണ്ടന്റ് ആണ്. ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു നോക്കും. ഇന്നത്തെ ഒരു പ്രഭാതം എനിക്ക് തന്നതിന് യൂണിവേഴ്സിന് ഞാൻ നന്ദി സമർപ്പിക്കുന്നു, നന്ദി പറയുന്നു. സമ്പൂർണമായ മനസ്സോടുകൂടി ഒരു നന്ദി പറച്ചിൽ, അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, ആരോഗ്യം ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തല കറങ്ങുന്നത് അല്ലെങ്കിൽ തലവേദന എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നത്? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് മറുപടി ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് അതിന്റെ ഉത്തരം ലഭിക്കും. നിങ്ങൾക്ക് സ്വയം അതിനെ ഹീൽ ചെയ്യാൻ സാധിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഈ ഒരു ഉറക്കമില്ലായ്മയ്ക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലെ ഫിയറാണ്. ആ ഫിയർ എങ്ങനെ വന്നു എന്ന് ആദ്യം ആലോചിക്കണം. മനസ്സിലായോ? ഉള്ളിലുള്ള ഫിയർ ഉണ്ടല്ലോ, പേടിയുണ്ട്, സ്ട്രെസ് ഉണ്ട്, ടെൻഷനുണ്ട്. ഇതൊക്കെ എങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇത് വന്നു, എനിക്കിത് ഹീലാക്കാൻ പറ്റുമല്ലോ, ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാനിത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുന്നു, ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു, ഇനി എനിക്കിത് വേണ്ട, ഞാനിത് അനുഭവിക്കുന്നില്ല എന്നൊക്കെ ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിസാരമായ ചില രോഗങ്ങളെ നിങ്ങൾക്ക് വെല്ലുവിളിച്ച് മുന്നോട്ട് വരാൻ കഴിയും, ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം. നമുക്ക് എന്ത് മെസ്സേജാണ് ഇവിടെ തരുന്നതെന്ന് നോക്കാം. സമ്മറാണ്, ബാസ്കിൻ ജോയി ആൻഡ് ലൈറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ലവ് ആൻഡ് ലെറ്റ് യുവേഴ്സൽ ബി ലൗഡ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് സമ്മർ, അതായത് ബാസ്കിൻ ജോയ് ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ആസ്വദിക്കുക, ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ കണ്ടെത്തുകയും ആസ്വദിക്കുകയും ചെയ്യൂ എന്നാണ് പറയുന്നത്. ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്, നിങ്ങളുടെ പൂർവികരുടെ മെസ്സേജസ്. മനസ്സിലായി? അവർ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോട് പറയണം, അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണം, അവർക്ക് മോക്ഷം കൊടുക്കണേ എന്ന്. ആൻസിസ്റ്റേഴ്സിനോട് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ മരിച്ചുപോയ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ പൂർവികരെ എനിക്ക് നല്ലത് വരുത്തണമേ എന്ന്. എന്നിട്ടോ പൂർവികർക്ക് അവർക്ക് നല്ലത് വരുത്താൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാവുന്നതാണ്. അവർക്കൊരു മോക്ഷം കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാ ദിവസവും അങ്ങനെ കൂടിയൊക്കെ ചെയ്തു നോക്കൂ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ബാസ്കിൻ ജോയ് ആൻഡ് ലൈറ്റ് ആണ്. ആസ്വദിക്കുക, ഓരോ നിമിഷവും ആസ്വദിക്കുക. ജീവിതം എന്തിനുള്ളതാണ്? ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ ഇത് തീരുന്നതാണ്, അല്ലേ? ഒരു ആളിന് എത്ര ദിവസമുണ്ട് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. എപ്പോഴാണ് ഇത് തീരുന്നത് എന്ന്. ഇന്ന് നമ്മൾ കിടന്നുറങ്ങുന്നു, ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കണ്ട് നാളെ പല കാര്യങ്ങൾ സാധിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കിടന്നുറങ്ങുകയാണ്. രാവിലെ എഴുന്നേറ്റാലായി, ഇല്ലെങ്കിലായി. മനസ്സിലായില്ലയോ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങളുടെ കൺമുന്നിലുള്ളത്, നിങ്ങളുടെ കൺമുൻപിൽ പല കാര്യങ്ങളുണ്ട്. അവിടെ ഓരോ നിമിഷവും ഈ നിമിഷത്തിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബാസ്കിൻ ജോയ് ആൻഡ് ലൈറ്റ്, ആസ്വദിക്കൂ, സന്തോഷം ആയിട്ടിരിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ വെളിച്ചമാകൂ, മറ്റുള്ളവർക്കൊരു വെളിച്ചമാകൂ, സ്വയം സന്തോഷിക്കും. മറ്റുള്ളവർക്ക് വെളിച്ചമാകുമ്പോൾ തന്നെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ തന്നെ, എൻ്റെ കാര്യം അങ്ങനെയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ഉപകാരം ചെയ്യുമ്പോൾ സ്വയം സന്തോഷിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളും അതിനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്ത് നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. കാരണം അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തികളൊന്ന് ആർദ്രമാകും, ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകും. ഈ സമയത്ത് മറ്റ് 7 ചക്രാസും ബാക്കി ചക്രാസും ഒക്കെ ഒന്ന്, അപ്പർ 3 ചക്രാസും ലോവർ 3 ചക്രാസും ഒന്ന് ആക്റ്റീവ് ആകും. ഇതോടുകൂടി നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും നല്ല അഭിവൃദ്ധി വരും, ആരോഗ്യപരമായിട്ടും വെൽത്ത് പരമായിട്ടും. മനസ്സിലായോ? അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സന്തോഷിക്കുന്നതിലൂടെ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
അല്ലാതെ ആരാനെയും ബോധിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നു അത് കണ്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങളുടെ സ്വന്തം മനസാക്ഷിക്ക് ചെയ്യണം. നിങ്ങളുടെ സ്വന്തം സോളിന് എങ്ങനെയാണോ ഹാപ്പി ആവുന്നത്, അതിനെന്താണോ ഇഷ്ടം, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് നിറഞ്ഞ സന്തോഷത്തിൽ ഇരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ലവ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലവ്ഡ്. നിങ്ങൾ സ്നേഹിക്കൂ. നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുക ആദ്യം, എന്നിട്ടേ മറ്റുള്ളവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾക്ക് സ്നേഹിക്കുക. എനിക്ക് ഈ ഒരു ശരീരം ദൈവം തന്നിട്ടുള്ള നല്ല ഒരു ശരീരം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ എത്ര സുന്ദരിയാണ് അല്ലെങ്കിൽ എത്ര സുന്ദരനാണ്, എനിക്ക് ദൈവം ഇത് തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ദൈവത്തോട് പറയുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. മനസ്സിലായോ? ഞാൻ അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നു. അങ്ങനെ അവിടെയാണ് നിങ്ങൾക്ക് ഉയർച്ച വരുന്നത്. അപ്പോൾ അങ്ങനെ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. ഷീൽഡ് മെയ്ഡൻ ആണ്. മേക്ക് പ്ലാൻസ് ആൻഡ് ഫോക്കസ് എന്ന് പറയുന്നുണ്ട്. മേക്ക് പ്ലാൻസ് ആൻഡ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നു, അതിന് ഫോക്കസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ ഫോക്കസ് ചെയ്യണം. എനിക്കിത് നേടിയെടുക്കണം, എനിക്കൊന്ന് നാളെ എന്താണ്, എനിക്ക് ടീച്ചറാവണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ജോലി വേണം. അതിനെ മനസ്സിലിട്ട് ഉരുട്ടിക്കൊണ്ട് നടന്നാൽ പോരാ. തീരുമാനങ്ങൾ ഉണ്ടായാൽ പോരാ, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ പോരാ. എടുക്കുന്ന തീരുമാനം ഉറച്ചതായിരിക്കണം. അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് അതിലൂടെ പ്രയത്നിക്കുക കൂടി വേണം. അപ്പോഴാണ് ഇവിടെ അത് സക്സസിലേക്ക് നീങ്ങുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലാൻ ചെയ്യൂ, എന്നിട്ട് എന്താണ്, ഫോക്കസ് ചെയ്യൂ അതിലേക്ക്. ആദ്യം നമ്മൾ എന്താണ് പ്ലാനിങ് ആണ് വേണ്ടത്. ആദ്യം നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്? എനിക്ക് ഒരു കാര്യം നേടണം, അല്ലെങ്കിൽ എനിക്കൊരു വീട് വാങ്ങിക്കണം എന്നൊന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ടോ ആ വീടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളാവണം. ആ വീടിനെ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. എന്നിട്ട് എന്താണ് അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, എന്താണ് ഞാൻ അതിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത്, എന്താണ് ഞാൻ അതിനു വേണ്ടി ചെയ്യേണ്ടത്, അത് നേടിയെടുക്കാൻ വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചിട്ട് അതിലേക്ക് പ്രയത്നിക്കുകയാണ് വേണ്ടത്. പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ പ്രയത്നം കാണുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ആ തീവ്രമായ ആ എനർജി ഉണ്ടല്ലോ, അത് യൂണിവേഴ്സിലുമായിട്ട് അലയനാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടും. അത് ഇന്നല്ലെങ്കിൽ നാളെ. ഇന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്തു അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും സാധിച്ചു കിട്ടില്ല. കുറച്ച് കാലത്തോളം പരിശ്രമം ഉണ്ടാവണം. കുറെ കാലത്തോളം നിങ്ങൾ അതിനായിട്ട് എന്തൊക്കെ ചെയ്യാവോ അത്രയും ചെയ്തിരിക്കണം. എന്നിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ സാധ്യമായി വരുന്നത്. അല്ലാതെ വെറുതെ ഒരു റീഡിങ് അങ്ങോട്ട് കണ്ടതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ ഇനി വരും എന്ന് പറഞ്ഞുകൊണ്ട് ആരും നോക്കിയിരിക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ശ്രദ്ധിച്ചുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിനെ സ്വീകരിച്ചിട്ട് അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിനുള്ള വക ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കരുത്. അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.